പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്താളുകളിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ, രക്തസാക്ഷിത്വം വരിച്ച ഒട്ടനവധി വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. തിരുസഭ വിശുദ്ധരെന്ന് അംഗീകരിച്ചവരിൽ പെടാത്ത എത്രയോ പേർ വിശ്വാസത്തെ പ്രതി തങ്ങളുടെ ജീവൻ പോലും ത്യജിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവചനത്തിലൂടെ ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഈശോ കൊടുത്ത മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം. ദൈവം അയച്ച പുത്രനായ ഈശോയിൽ വിശ്വസിക്കുക, ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി. ഈശോയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ വഴി ആ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുക. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം പറയും, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മുടെയും വിശ്വാസത്തിന് ജീവൻ വയ്ക്കുക നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്. പ്രവൃത്തി ഇല്ലാതെ വരുമ്പോൾ വിശ്വാസത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോകും. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ഇന്ന് ക്ഷണിക്കുക പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈശോയെ പ്രഘോഷിക്കുവാനാണ്. ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തികൾ നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.